പ്രാപഞ്ചിക അന്വേഷണങ്ങളുടെയും ഭാഷാനുഭവമാക്കി മാറ്റിയ ജയമാൻ സാറിൻ്റെ കവിതകളെ സർഗാത്മകമായി മാറ്റുരച്ച് നോക്കിയ ഈ സമ്മേളനങ്ങളെ സമാപിക്കുകയാണ്. ഔപചാരികമായ നന്ദി അറിയിക്കുന്നത് കാവ്യശിഖയുടെ സെക്രട്ടറി ശ്രീമതി സുഭാഷിണി മഹാദേവനാണ്. ഏറെ സ്നേഹാദരങ്ങളോടെ നന്ദി പറയുവാനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കെ ജയകുമാർ സാറിൻ്റെ കവിതകളുടെ ആലാപനവും ചർച്ചയും അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനവുമാണ് ഇന്നിവിടെ നടന്നത്. കാവ്യശിഖയും പുലിസ്റ്റർ ബുക്സും കൂടി നടത്തിയ ഈ യോഗം എല്ലാവർക്കും ഏറെ സന്തോഷം നൽകിയ ഒരു യോഗമായി മാറി. കെ ജയകുമാർ എന്ന കവിയുടെ ഗാനങ്ങൾക്ക് നാമെല്ലാം ഒരുപാട് കാതോർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചുള്ളൊരു ചർച്ച വന്നപ്പോൾ എത്രമാത്രം ശക്തി കവിതകൾക്കും വാക്കുകൾക്കും വാക്കിൻ്റെ ഒരു പ്രസ്ഫുരണം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കാണാൻ കഴിയുന്നു എന്ന് നമ്മുടെ ഡോക്ടർ മിനി പ്രസാദും ഡോക്ടർ അജിതൻ മേനോത്തും ഡോക്ടർ ഋഷികേശൻ ബിബിയും അഗസ്ത്യൻ കുട്ടനല്ലൂർ എന്നിവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കവിയാകണമെങ്കിൽ അദ്ദേഹം എപ്പോഴും വൈകാരികമായ പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകണം. ഈ സമൂഹത്തിലെ അരുതകളെ, അനീതികളെ ഉറക്കെ വിളിച്ചു പറയാൻ എപ്പോൾ ധീരനായിരിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് ഒരാൾ കവിയായി മാറുന്നത് എന്നും നമുക്കിവിടെ കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും കാവ്യശിഖ സംഘടിപ്പിച്ച കവിതാലാപന മേള എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ആ മേളയിൽ കാവ്യശിഖയിലെ കവികൾ അവതരിപ്പിച്ച കവിതകൾ നമ്മളുടെ കവി കെ ജയകുമാർ സാറിനെ ഏറെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമായി മാറി. അത്രയും മനോഹരമായിട്ടാണ് കാവ്യശിഖയിലെ ഓരോ കവിയും കവിതകൾ ആലപിച്ചത്. കവിയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ഇത്രയും മനോഹരമായി കവിതകൾ ആലപിച്ച നമ്മുടെ കാവ്യശിഖയിലെ എല്ലാ കവികൾക്കും ആദ്യമായി നന്ദി പറയുകയാണ്. കൂടാതെ ജയകുമാർ സാറിൻ്റെ കവിതകളുടെ ചർച്ച നടത്തിയ ഡോക്ടർ മിനി പ്രസാദ്, ഡോക്ടർ രാവുണ്ണി മാഷ് പറഞ്ഞില്ല, പക്ഷേ രാവുണ്ണി മാഷ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. രാവുണ്ണി മാഷ് പറഞ്ഞില്ലെങ്കിലും മൗനമാണ് വാചാലമായി ഇരിക്കുന്നതെന്ന ഒരു വലിയ യാഥാർത്ഥ്യം മാഷ് അവിടെ ഇരുന്നുകൊണ്ടും ഇവിടെ ഇരുന്നുകൊണ്ടും മൗനത്തിലൂടെ ജയകുമാർ സാറിൻ്റെ കവിതകളെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞ് കാണിച്ചു തന്ന, മനസ്സുകൊണ്ട് വിവരിച്ചു തന്ന രാവുണ്ണി മാഷ്ക്കും ഡോക്ടർ അജിത മേനോത്തിനും ഡോക്ടർ ഋഷികേശൻ, അഗസ്ത്യൻ കുട്ടനല്ലൂർ എന്നിവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം മോഡറേറ്ററായി നമ്മുടെ ജയറാം വാഴൂർ, കാവ്യശിഖയുടെ ചെയർമാൻ ശ്രീ ജയറാം വാഴൂരിനും നന്ദി പറയുന്നു. കൂടാതെ ഈ പരിപാടി ഇത്രയും നന്നായി ഈ സാഹിത്യ അക്കാദമിയുടെ ചങ്ങമ്പുഴ ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച പുലിസ്റ്റർ ബുക്സിനും കാവ്യശിഖയ്ക്കുമുള്ള നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഹോൾ അനുവദിച്ചു തന്ന അക്കാദമിയിലെ ഇപ്പം സോറി ശ്രീ ജോസിന് ഏറെ നന്ദി പറയുകയാണ്. കാരണം
തുടക്കം മുതൽ അവസാനം വരെ നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു ചിത്രശലഭത്തിൻ്റെ മനോഹാരിതയോടെ പാറിപ്പുറത്ത് നടത്താൻ ശ്രമിച്ച ശ്രീ ജോസിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീമതി സുഭാഷിണി ബ്രദർ, നമ്മുടെ മോഡറേറ്റർ ശ്രീ ജയറാം വാർഡുവിൻ്റെ അംഗീകാരത്തോടെ ഈ സമ്മേളനം സമാപിച്ചതായി അറിയിക്കുന്നു.